ദാസന്മാർ പറയുന്നത്. അതിന്റെ ഒന്നാം വാക്യം തന്നെ തുടങ്ങുന്ന ഇങ്ങനെയാണ്: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ ഈ ഒരൊറ്റ വാക്യം നാം ഇടവിടാതെ പറഞ്ഞാൽ സ്വതം നാം അനുഗ്രഹിക്കപ്പെടുന്നവരായിരിക്കും. ഞാൻ എപ്പോഴും ഈ വാക്യം ഇപ്പോഴല്ല, ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ഓർത്തഡോക്സ് ചർച്ചിലായിരുന്ന സമയത്തും അവിടെ ആ പള്ളിയിൽ ഈ സങ്കീർത്തനം വായിക്കുമ്പോഴും എനിക്ക് ഹൃദയത്തിൽ ഈ സങ്കീർത്തനം ടച്ച് ചെയ്യുമായിരുന്നു സ്വതം. കാരണം ഇതിൻ്റെ ഓരോ വാക്യങ്ങളും അത് ദൈവത്തിൻ്റെ മക്കളെ സംരക്ഷിക്കുന്നതും ദൈവത്തിൻ്റെ മക്കളെ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളത് ദൈവവും സാക്ഷ്യം പറയുന്നത് പോലെ, നമ്മോട് സംസാരിക്കുന്നത് പോലെയുള്ളൊരു ഫീലിങ്സ് ഈ ഒരു സങ്കീർത്തനത്തിനകത്തുണ്ട്. അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുക. സ്വതന്ത്രം. ഇത്രയും കാര്യം നമ്മൾ ചെയ്താൽ നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. വലിയ സുവിശേഷ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ നന്മ പ്രവർത്തികളോ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം ദൈവം പറയുകയാണ്: അത്യുന്നതനായവന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുക. സ്വതന്ത്രം. അങ്ങനെ ഉള്ളവനെ കുറിച്ച് അതിന്റെ താഴോട്ട് പറയുന്നതാണ്: അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം. അങ്ങനെ പറഞ്ഞ് ഒരുപാട് വാക്യങ്ങൾ പറഞ്ഞിട്ട് 14-ാം വാക്യത്തിൽ അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. നോക്ക്, സർവശക്തന്റെ കീഴിൽ പാർത്താൽ അല്ലെങ്കിൽ അത്യുന്നതന്റെ മറവിൽ വസിച്ചാൽ ആ ഭക്തന് കൊടുക്കുന്ന പ്രൊട്ടക്ഷനാണ്. ദൈവം പറയുന്നതാണ്: അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിക്കുക, ഞാൻ അവനെ ഉയർത്തും. നമ്മൾ എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ പലതരമായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, മാനസികമായ സംഘർഷങ്ങളിലൂടെ നാം ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ, ഏതെല്ലാം വഴിക്ക് നാം സഞ്ചരിക്കുമ്പോഴും ഈ ഒരു സങ്കീർത്തനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഈ ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ദൈവം തന്റെ ഭക്തനോട്, തന്റെ മകനോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ്: നീ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും. നീ എൻ്റെ നാമത്തെ അറിയിക്കുക, ഞാൻ നിന്നെ ഉയർത്തും. ഇത്രയും ഒരു ഉറപ്പ് സർവശക്തനായ വെറും ഒരു മനുഷ്യന്റെ വാക്കല്ല നാം കേൾക്കുന്നത്, മറിച്ച് അത്യുന്നതനായവന്റെ അല്ലെങ്കിൽ ഉന്നതിയിൽ വസിക്കുന്നവന്റെ. ഈ നാട്ടിലെ ഒരു ഷെയ്ഖിന്റെ അല്ല, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഒരു രാജാവിന്റെ അല്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രിയുടെ അല്ല, മറിച്ച് അതിന്റെ എല്ലാം മീതെ അത്യുന്നതനായി വസിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ വാക്കാണ് ഇന്ന് രാത്രി നാം കേൾക്കുന്നത്. സ്വതന്ത്രം. സർവശക്തനാണ്. വെറും ശക്തൻ എന്നല്ല എഴുതിയിരിക്കുന്നത്, സർവശക്തൻ. ദൈവത്തിന്റെ കുറിച്ച് വളരെ പല സ്ഥലങ്ങളിൽ നാം വളരെ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്. എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈ വാക്യത്തിൽ ഇതാണ്: സർവശക്തനാണ്. ഇന്ന് രാത്രികാലം നമ്മോട് ഈ വാക്യം സംസാരിക്കുന്നത്. ഈ വാക്കുപ്രകാരം നാം കർത്താവിന്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കർത്താവെ എനിക്ക് മറ്റൊന്നും വേണ്ട, സ്തോത്രം, ഞാൻ അങ്ങയുടെ നിഴലിൻ കീഴിൽ അഭയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മതി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്. സ്തോത്രം. ഇത് എഴുതിയിരിക്കുന്നത് മറ്റാരുമല്ല, മോശയാണ്. മോശയെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം കാണുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം കാണുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി, ഹൃദയവാഞ്ചയോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യം കാണുവാൻ ആഗ്രഹിച്ച വ്യക്തി കർത്താവിനോട് പറയുകയാണ്: കർത്താവേ, തിരു സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ പുറപ്പെടുവിക്കരുത്. ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കി വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ നിയോഗിതനായ മോശയോട് ദൈവം കൽപ്പന കൊടുത്തു കഴിയുമ്പോൾ മോശ ദൈവത്തോട് പറയുകയാണ്: കർത്താവേ, സ്തോത്രം, ഞാൻ ചെയ്തോളാം, പക്ഷെ ഒരു കാര്യമുണ്ട്, സ്തോത്രം, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ പുറപ്പെടുവിക്കരുത്. സ്തോത്രം. ദൈവം മറുപടി കൊടുക്കാതിരുന്നില്ല. കർത്താവ് മോശയോട് പറയുകയാണ്: മോശേ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് സ്വസ്ഥത വരുത്തും. പ്രൈസ് ദി ലോർഡ്. വെറുതെ പോരുമെന്ന് മാത്രമല്ല, നിനക്ക് ഞാൻ എന്ത് വരുത്തും? സ്വസ്ഥത വരുത്തും. പോകുന്ന വഴികളിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകും, നിശ്ചയം. എന്നാൽ ഹല്ലേലൂയ, അതിന്റെ അവസാനം അടുത്ത വാക്ക് ഇങ്ങനെയാണ്: നിനക്ക് എന്തുണ്ട്? സ്വസ്ഥത വരുത്തും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഈ ഭൂമിയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നാം ആയിരിക്കുന്ന സ്വന്തം രാജ്യത്ത്, അല്ലെങ്കിൽ ആയിരിക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പലതരം അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നാം അഭിമുഖീകരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എന്നാൽ സർവശക്തനായവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്, സ്വന്തം കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ ഭയപ്പെടേണ്ട, മകനെ മകളെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ
ഒളിപ്പിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, സ്തോത്രം. ആമേൻ. നിന്റെ കൂടെ പോരുക മാത്രമല്ല, നിന്റെ ഈ പ്രശ്നങ്ങളിലെ എല്ലാം അപ്പുറത്തേക്ക് ഒരു സ്വസ്ഥത വരുത്തുവാൻ എനിക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഹല്ലേലൂയ നല്ലൊരു ഭക്തനായ മനുഷ്യനെ കുറിച്ച് സംഗീതത്തിന് ശേഷം നാം കാണുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് കാണുന്നത്, അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ കാണുന്നത്, സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഇരുന്ന ഒരു ദേശത്തേക്ക് ഒരു രാജാവ് അതിക്രമിച്ചു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ആ രാജ്യം ആക്രമിക്കപ്പെടുന്നു. ആ രാജ്യത്തെ രാജാവിനെ കീഴ്പ്പെടുത്തുന്നു. ആമേൻ, സ്തോത്രം. അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം അവിടെ ഉള്ളതെല്ലാം സ്വന്തമാക്കുന്ന ഒരു സാഹചര്യം. നോക്ക്, യുദ്ധത്തിന്റെ അവസ്ഥ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. സ്തോത്രം. യുദ്ധത്തിന്റെ സാഹചര്യം നാം പത്രത്തിൽ അതിന്റെ ഭീകരതകളെല്ലാം ഇന്ന് നാം കാണുന്നുണ്ടെന്നാൽ ഇന്ന് കാണുന്നതിനേക്കാളും അപ്പുറമായിട്ട് പണ്ട് കാലത്തെ ആമേൻ സ്തോത്രം യുദ്ധം എന്ന് പറയുന്നത് പടയാളികളും ആമേൻ സ്തോത്രം രാജാവുമായി കടന്നു വന്നിട്ട് മുന്നിൽ കാണുന്നവരെ കൊന്നൊടുക്കിയാണ് അവര് വിജയം പ്രാപ്യമാകുന്നത്. സ്തോത്രം. ആമേൻ. ബാബേൽ രാജാവ് യെരൂശലേമിലേക്ക് കടന്നു വന്ന് ആ രാജ്യത്തെ പരാജയപ്പെടുത്തി രാജാവിനെ പിടിച്ചുകൊണ്ടുപോയി ആ ദേവാലയത്തിലെ പാത്രങ്ങൾ എടുത്തു. ഇതെല്ലാം ചെയ്ത് ആ രാജ്യത്തെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ആ രാജ്യത്തിലുള്ള എല്ലാം പിന്നെ അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ആളുകളെ കൊന്നുകളയണമോ കൊന്നുകളയാം, അവരെ അടിമകളാക്കണമോ അടിമകളാക്കി ജോലി ചെയ്യിക്കാം, അവരുടെ സമ്പത്തെല്ലാം എടുത്തുകൊണ്ട് വരാം. ഇതെല്ലാം ആമേൻ ഒരുപക്ഷെ ആ കാലത്ത് നടന്നിട്ടുണ്ടാകും. എന്നാൽ അതിന്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ 5-ാം വാക്യത്തിൽ നിന്നും കാണുന്നത് ആമേൻ അവിടെ ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില സഹോദരന്മാർ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നവരുണ്ടായിരുന്നു. സ്തോത്രം. അത് ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നാം അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. കാരണം 5-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, രാജാവിന് ഒരു ആലോചന തോന്നിയിട്ട് രാജാവ് അവിടെ പറഞ്ഞേൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 5-ാം വാക്യം വായിക്കാമോ? 4-5 അല്ല, 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. 4-ാം വാക്യം വായിച്ചാൽ മതി. 3-ാം വാക്യം മുതൽ. അനന്തരം രാജാവ് തന്റെ ശങ്കന്മാരിൽ പ്രധാനിയായ അപ്സരസിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിൽ നിപുണന്മാരും അറിവിൽ സമർത്ഥരുമായ വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുവാനും കൽപ്പിച്ചു. ആമേൻ. നമുക്കത് വളരെ യാദൃശ്യമായിട്ട് തോന്നുമെങ്കിലും അവരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്, താഴേക്ക് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവരായിരുന്നു. അവരുടെ ഉള്ളിൽ ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു. അവരുടെ രാജ്യം ആക്രമിക്കപ്പെട്ടപ്പോഴും അവരുടെ രാജാവിനെ പിടിച്ചുകൊണ്ട് പോയപ്പോഴും അവിടെ ദേവാലയത്തിലെ സാധനങ്ങളും പാത്രങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോയപ്പോഴും അവർ തകർക്കപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലും ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന് ഉള്ള ആ ഭയം ഉള്ളിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിലും അവര് ഉറച്ചൊരു തീരുമാനത്തിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നു, എന്തൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക. ദൈവം അറിയാതെ തങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുള്ള ആമേൻ ചില സഹോദരന്മാരായിരുന്നു അവര്. അതുകൊണ്ട് ആണ് ആ രാജാവിന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആലോചന കടന്നു വന്നതും അവരെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി തീർന്നതും. നമുക്ക് അതിന്റെ ചരിത്രം താഴോട്ട് നോക്കുമ്പോൾ പറയുന്നുണ്ട്, അവര് രാജകൊട്ടാരത്തിലെ ഭക്ഷണം കഴിക്കുകയില്ല എന്നും പിന്നെ വളരെ ശക്തമായിട്ട് അവർ തീരുമാനങ്ങൾ എടുക്കുകയാണ്. കാരണം ഒരുപക്ഷേ അവിടുത്തെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ, രാജകൊട്ടാരത്തിൽ രാജാവ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ തൽക്ഷണം മരിക്കപ്പെടാൻ ഇടയുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ രാജ്യത്തിന്റെ ആൾക്കാരല്ല, മറിച്ച് മറ്റൊരു രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന അടിമകളായി പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. സ്വത്രം അവിടെ കൊല്ലപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തെല്ലാം വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആമേൻ അവരോട് അനുരൂപപ്പെടുക അല്ലെങ്കിൽ അവരോട് പൊരുത്തപ്പെടുക എന്നുള്ളതല്ല, മറിച്ച് ഞാൻ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്നും ആമേൻ തിരുവനന്തപുരത്ത് പറഞ്ഞ പോലെ സർവശക്തനാണെന്നും ആമേൻ ഹല്ലേലൂയ സകലത്തിനും മീതെ ഉള്ളവൻ അത്യുന്നതനാണെന്നുള്ള അറിവാണ് ആമേൻ അവരെ ബലത്തോടെ നിർത്തിയത്. സ്തോത്രം. ആ ബലത്തോടെ നിന്ന ആ ദാസന്മാരെ കൈവിടുവാൻ ദൈവം ആമേൻ സ്തോത്രം അനീതിയുള്ള ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് നമുക്കിവിടെ പഠിക്കാൻ പറ്റുന്നത്. സ്തോത്രം. നമുക്ക് സ്വർണ്ണബിംബത്തെ ഉണ്ടാക്കി നമസ്കരിക്കാൻ പറഞ്ഞു. ആമേൻ രാജാവ് നേരിട്ട് വന്നിട്ട് പറയുകയാണ്, എന്ത് ചെയ്യണം? ഇപ്പൊ നീ എന്ത് ചെയ്യണം? വീണ് നമസ്കരിക്കണം. നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളിൽ ഇട്ട് കളയും, നിങ്ങളെ എന്റെ കയ്യിൽ വിടുവിക്കുന്ന ദേവനാർ എന്ന് പറഞ്ഞിട്ട് ആ രാജാവ് തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് ദാനിയേലിനോട് സംസാരിക്കുന്നത്. നമുക്ക് എത്ര ആമേൻ ഭയപ്പെടുന്ന ഒരു അവസ്ഥ നോക്കി. നമ്മളോടാണ് വന്ന് പറയുന്നെങ്കിൽ നമ്മളോട് പറയണം, ഒരാൾ പറഞ്ഞു വിട്ടാൽ പോലെ അല്ലേ? പക്ഷെ രാജാവ് തന്നെ നേരിട്ട് വന്നിട്ട് പറയുകയാണ്, ഇത് ചെയ്തില്ലെങ്കിൽ ഈ നാഴികയിൽ തന്നെ നിങ്ങൾ എന്താവും?
എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ വിടുവിക്കുന്ന ദേവനാ. സ്തോത്രം. നോക്കിയേ, അവിടെ കൊടുത്തിരിക്കുന്ന മറുപടി നോക്കിയേ. രാജാവിനോട് പറയുകയാണ്, വേറൊരു സേവകനോടല്ല പറയുന്നത്. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ ആമേൻ. സ്തോത്രം. വിടുവിക്കുമെന്നല്ല അവിടെ പറയുന്നത്. സ്തോത്രം. അത് ആമേൻ ദാനിയേലിന് അറിയില്ല. സ്തോത്രം. അവിടെ പറയണം, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. നോക്ക്. സ്തോത്രം. വളരെ ഉറച്ചൊരു തീരുമാനമാണ്. സ്തോത്രം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ രാജാവിന്റെ കയ്യിൽ നിന്നും എരിയുന്ന തീച്ചൂളയിൽ നിന്നും വിടുവിക്കും. ഇനി അല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അഥവാ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പോലും ആമേൻ, എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം തന്ന ചില കൽപ്പനയുണ്ട്. സ്തോത്രം. ആമേൻ. നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? നമസ്കരിക്കാവുള്ളൂ. അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. ആമേൻ. സ്തോത്രം. വേറൊരു പ്രതിമയെ എന്ത് ചെയ്യരുത്? നമസ്കരിക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നാം ഒരു ജോലിക്ക് കടന്നു പോകുമ്പോൾ ആ ഓഫീസിലെ സാഹചര്യത്തിനനുസരിച്ച്, അവിടുത്തെ ബോസ് പറയുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ സ്ഥലത്തായിരിക്കുന്ന ആളുകൾ പറയുന്നതിനനുസരിച്ച് വ്യത്യാസം വരുത്തുവാനുള്ളതല്ല നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ആമേൻ. സ്തോത്രം. കർത്താവ് ഒരു കൽപ്പന നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. അത് മാത്രമേ നാം ചെയ്യാവുള്ളൂ. ആ ഒരു ഉറച്ച ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ ഒരു തീരുമാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, സ്തോത്രം, അത് ഏത് രാജാവിന്റെ അടുത്ത് ചെന്നാലും ആമേൻ അവിടെ വിടുവിപ്പാൻ ദൈവം ശക്തനാ. സ്തോത്രം. ആമേൻ. അല്പസമയത്തേക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. സ്തോത്രം. ആമേൻ. അവനോട് അനുരൂപപ്പെടാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചില മാനസിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഉറപ്പോടെ ധൈര്യത്തോടെ പറയണം, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം അതാരാണെന്ന് പറയുവാനുള്ള ധൈര്യം നാം കാണിച്ചാൽ, സ്തോത്രം, ആമേൻ, നമ്മെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അവിടെ ദാനിയേലിനെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിന്റെ അവസരത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? രാജാവ് വരെ എന്ത് ചെയ്തു? ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. അതിന്റെ താഴത്തെ വാക്യത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. 28-ാം വാക്യത്തിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബ്ദേനേഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ, തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്കിതൊക്കെ വായിക്കുമ്പോൾ ദാനിയേലിന്റെ ഒരു പുസ്തകത്തിലെ ഒരു കഥ പോലെ ഒരുപക്ഷെ നമുക്ക് തോന്നാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിങ്ങളൊന്ന് ആഴത്തിൽ അതിനെ ഒന്ന് ഉൾക്കൊണ്ട് നിങ്ങൾ ആ ഹൃദയത്തിൽ അത് ഏറ്റെടുത്ത് ദൈവത്തിന്റെ വചനമാണെന്ന് ഏറ്റെടുത്ത് ഒന്ന് ചിന്തിച്ചേ. സ്വന്തം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടെങ്കിലും നിങ്ങളൊരു ഉറച്ച തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിൽ എടുക്കണം. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എൻ്റെ ദൈവമാണ് സർവശക്തനായ ദൈവം. ആമേൻ. നോക്ക്, മോശ എഴുതിയ ആ സങ്കീർത്തനമാണ് നാം ഇപ്പം വായിച്ചത്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ മോശ എഴുതി വെച്ച സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനമായിട്ട് നാം വായിച്ചത്. സ്തോത്രം. വർഷങ്ങൾക്ക് ശേഷം, അനേക വർഷങ്ങൾക്ക് ശേഷം പിശാച് അതിൽ നിന്നൊരു വാക്യം എടുത്തിട്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുത്ത് ചെല്ലുന്നത്. സ്തോത്രം. അല്ലേ? ആ വാക്യം അറിയാമോ? നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോവാതിരിക്കാൻ തക്കവണ്ണം നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുമെന്നുള്ള വാക്യം. നോക്കിയേ, വർഷങ്ങൾക്ക് മുന്നേ മോശ എഴുതി വെച്ചിരിക്കുന്ന ആ സങ്കീർത്തനത്തിലെ വാക്യമാണ് യേശുവിന്റെ അടുത്ത് പോയിട്ട് പിശാചി പറയുന്നത്. സ്വന്തം. അപ്പം ഈ വാക്യങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരമായി ബൈബിളിൽ വെറുതെ എഴുതപ്പെട്ട വാക്യങ്ങളല്ല, മറിച്ചതിന് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. ആ വചനത്തിന് ജീവനുണ്ട്, അതിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ്, ജീവനുള്ളത് കൊണ്ടാണ് അതിൽ നിന്നുള്ളത് ശക്തിയുള്ളത്. സ്തോത്രം. അത് 4000 വർഷങ്ങൾക്ക് ശേഷം പിശാച് ഉപയോഗിച്ചെന്ന് മാത്രമല്ല, 6000, 7000, 8000 വർഷങ്ങൾക്ക് ശേഷവും ആ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം നാം ഹൃദയത്തിൽ പറഞ്ഞ്, ഹൃദയത്തിൽ എടുത്ത് നാം അത് അവകാശമായിട്ട് ദൈവത്തോട് പറയണം. കർത്താവേ, നിന്റെ വചനം പറയുന്നു, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, എന്റെ കാൽ കല്ലിൽ തട്ടാതെ വേണം നീ എന്നെ സൂക്ഷിച്ചുകൊള്ളാമെന്ന്. നിന്നോട് പറ്റിച്ചേർന്നിരുന്നാൽ നീ എന്നെ വിടുവിക്കുമെന്ന് നിന്റെ തിരുവചനം പറഞ്ഞിരിക്കുന്നു. കർത്താവേ, എനിക്കൊന്നും അറിയില്ല. ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. നാളത്തെ എന്റെ ജോലിയുടെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല, എന്റെ വിസയുടെ കാര്യം എന്താണെന്ന് അറിയില്ല, നാളെ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണെന്ന് അറിയില്ല. എന്നാൽ ഒന്ന് എനിക്കറിയാം. സ്തോത്രം, ആമേൻ, നിന്നോട് പറ്റിയിരുന്നാൽ, ആമേൻ, ഹല്ലേലൂയ, നിന്നോട് പറ്റിച്ചേർന്നിരുന്നാൽ, ആ മാരോട് ചേർന്നിരുന്നാൽ, സ്തോത്രം, നീ എന്നെ വിടുവിക്കുമെന്ന് ഞാൻ അറിയുന്നു കർത്താവേ എന്ന് വളരെ നിഷ്കളങ്കമായിട്ട് നിങ്ങൾ പറയുവാൻ തയ്യാറായാൽ, ആമേൻ, സ്തോത്രം, കർത്താവ് നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്.
ആമേൻ സ്തോത്രം. നോക്കിയേ, ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ പിന്നെ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നാം ഒരു വാക്കും കൂടെ വായിക്കുന്നുണ്ട് അല്ലേ? രേഖ എഴുതിയ കാര്യം അല്ലേ? 6-ാം അധ്യായം 10-ാം വാക്യമാണ്. നോക്ക്, രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ എന്ത് രേഖയാ? സ്തോത്രം. ആമേൻ. എനിക്കെതിരെയുള്ള രേഖയാണ് രാജാവിനെ കൊണ്ട് അവിടെ എഴുതിച്ചു വെച്ചിരിക്കുന്നത്. പ്രൈസ്. വളരെ വ്യക്തമായിട്ട് അറിയാം ആ രേഖ എനിക്കെതിരെയുള്ള രേഖയാണെന്ന്. സ്തോത്രം. ആമേൻ. ഞാൻ കരഞ്ഞു എന്നല്ല അവിടെ ഉള്ളത്. സ്തോത്രം. ആമേൻ. ഞാൻ ഭയപ്പെട്ടു പോയി എന്നല്ല അവിടെ ഉള്ളത്. വളരെ കൂളായിട്ട് പ്രൈസ് ലോർഡ് താൻ ആമേൻ ഇതുവരെ ചെയ്യുന്നതുപോലെ താൻ വിശ്വസിച്ച ദൈവത്തിന്റെ മുൻപാകെ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നോക്കിയേ, യെരൂശലേമിലേക്ക് യെരൂശലേമിന് നേരെ തുറന്നു വെച്ചിരിക്കുന്ന ആമേൻ ആ കിളിവാതിൽ. പ്രൈസ് ലോർഡ്. ആമേൻ സ്തോത്രം. വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് യെരൂശലേമും ഈ ബാബേൽ രാജ്യവും തമ്മിൽ ഏകദേശം 10 മണിക്കൂറോളം യാത്രാ ദൂരമുണ്ട്. സ്തോത്രം. ആമേൻ. 10 മണിക്കൂറോളം യാത്രാ ദൂരം എന്ന് പറഞ്ഞാൽ ആമേൻ ഇവിടുന്ന് ദുബായിലുള്ള ഒരു ആമേൻ നഗരം നമുക്ക് കാണുവാൻ കഴിയില്ല. പ്രൈസ് ലോർഡ്. ആമേൻ. 10 മണിക്കൂർ യാത്ര എന്ന് പറഞ്ഞാൽ അത്ര ദൂരമുള്ള ഒരു പ്രദേശമാണ്. എന്നാൽ ആ ദേശം നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ആമേൻ സ്തോത്രം, ആ യെരൂശലേമിൽ നിന്ന് രാജാവ് തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും, ഈ രാജ്യത്താണ് താൻ താമസിക്കുന്നതെങ്കിലും തന്റെ ഹൃദയം ഇപ്പോഴും യെരൂശലേമിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. തന്റെ മനോഹരമായ ആ സ്ഥലത്തെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന ആ യെരൂശലേം ദേവാലയം ആമേൻ ആ ഭക്തന്റെ ഹൃദയത്തിലുണ്ട്. സ്തോത്രം. ആ കിളിവാതിൽ ആമേൻ സ്തോത്രം ആ ഹൃദയത്തിൽ ആ യെരൂശലേം കണ്ടുകൊണ്ടാണ് ആമേൻ ആ കിളിവാതിൽ തുറന്നു വെച്ച് ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. എന്തെങ്കിലും സംഭവിച്ചോ ദാനിയേലിന്? സ്തോത്രം. ആമേൻ. രേഖ എഴുതപ്പെട്ടു. ഒരുപക്ഷെ പലരും പറയും നിന്റെ വിസ ഇവിടെ തീർന്നു, ആമേൻ ഈ പ്രാവശ്യത്തോടുകൂടി നിനക്ക് ഇവിടെ ജോലിയില്ല, നിന്റെ വിസ റിന്യൂ ചെയ്യത്തില്ല, അല്ലെങ്കിൽ സ്തോത്രം ആമേൻ നിനക്ക് ഇനി ഭാവിയില്ല, സ്തോത്രം കഴിഞ്ഞു, നിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു, സംഭവിച്ചെല്ലാം നഷ്ടം, ഇനി നിനക്ക് മുന്നോട്ട് പ്രതീക്ഷയില്ല എന്ന് ആമേൻ ആമേൻ ശത്രു ആമേൻ നമ്മുടെ മുമ്പാകെ വന്ന് പറയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ പല രേഖകളും എഴുതി ആമേൻ പിശാച് നേരത്തെ പറഞ്ഞ പോലെ നീ ചാടിക്കോ, ആമേൻ സ്വന്തം നോക്കാം, ദൈവം താങ്ങുമെന്ന് നോക്കാം എന്ന് പിശാച് ഹൃദയത്തിൽ പറയുമ്പോൾ ആമേൻ പിശാചിനോട് പറയണം. ആമേൻ. നിങ്ങളുടെ ഹൃദയത്തിൽ പിശാച് മന്ത്രിക്കുമ്പോൾ പിശാചിനോട് പറയണം, അവൻ എന്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം സൂക്ഷിച്ചുകൊള്ളും. പ്രൈസ് ലോർഡ്. ആമേൻ. എന്റെ ഭാവി അവൻ കരുതിക്കൊള്ളും, എന്റെ കുഞ്ഞിന്റെ ഭാവി അവൻ കരുതിക്കൊള്ളും. സ്തോത്രം. എന്റെ ജോലി ജോലി തന്ന് എന്റെ ദൈവം അറിയാതെയല്ല ഞാനൊരു ആമേൻ സ്ഥലത്ത് ജോലിയിലായിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. നാളത്തെ സിറ്റുവേഷൻ അത് എനിക്കറിയില്ല, പക്ഷേ ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. സ്തോത്രം. ഈ ധൈര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ മാനസികമായിട്ട് പ്രയാസത്തിലാണെങ്കിലും ആമേൻ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയും. പ്രൈസ് ലോർഡ്. ഞാൻ ലൂയന്റെ സാക്ഷ്യം പറഞ്ഞു, ഞാൻ എല്ലാത്തോട്ട് പുറകോട്ടൊന്നും കിടക്കുന്നില്ല. സ്തോത്രം. എന്റെ ലൈഫിൽ ഞാൻ വളരെ ചെറിയൊരു ജോലിയിൽ വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജോലിയിൽ ഞാൻ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും സാക്ഷ്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സമാന സാഹചര്യത്തിലുള്ളവർക്ക് ധൈര്യം പകരാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രൈസ് ലോർഡ്, കുടുംബത്തെ ഞാൻ സ്പോൺസർ ചെയ്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ സ്തോത്രം ആമേൻ ഞാൻ ആ ചെറിയ സാലറിയിൽ നിൽക്കുമ്പോഴാണ് ഈ വാക്യങ്ങളെല്ലാം വായിച്ച് ഞാൻ ആമേൻ ബലപ്പെടുന്നത്. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശത്രു നിങ്ങളോട് പരിഹാസം പറയും, കൂടെയുള്ള വിശ്വാസി ആമേൻ നിങ്ങളോട് പരിഹാസം പറയും, നിനക്ക് രക്ഷയില്ല, നിനക്ക് ദൈവത്തിന്റെ രക്ഷയില്ല എന്ന് ആമേൻ കൂടെയുള്ള വിശ്വാസി എന്ന് പറയുന്ന വ്യക്തി വിരൽ ചൂണ്ടി ആമേൻ നിങ്ങളോട് പറയും. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നാട്ടിൽ പോയിട്ട് തിരികെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ കൂട്ടാൻ വന്ന എന്റെ ചർച്ചിലെ വിശ്വാസികളോട് പറയാം, സഹോദര നിനക്ക് വേണ്ടി ഞങ്ങൾ ഇനി പ്രാർത്ഥിക്കത്തില്ല. എന്താ കാര്യം? സ്തോത്രം. ആമേൻ നിനക്കൊരു പ്രൊമോഷൻ ആയിരുന്നെന്നും നീ ആ പ്രൊമോഷൻ വേണ്ടെന്ന് വെച്ചാൽ നാട്ടിൽ പോയെന്ന് ഞങ്ങൾ അറിഞ്ഞു. സത്യമാണ്. പ്രൈസ് ലോർഡ്. കാരണം ആ പ്രൊമോഷൻ വന്ന സമയത്ത് ഞാൻ നാട്ടിൽ പോകാനിരിക്കുന്ന സമയം 3 വർഷമായി നാട്ടിൽ പോയിട്ട്. സ്തോത്രം. ഞാൻ ആ പ്രൊമോഷനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റിയില്ല. സ്തോത്രം. ആമേൻ ആരാധനയ്ക്കൊന്നും പങ്കെടുക്കുവാൻ കഴിയാത്ത ഒരു പ്രൊമോഷനാ. 2000 ദിർഹംസ് സാലറി കൂടുതൽ കിട്ടും. സ്തോത്രം. ഞാൻ ഹൃദയത്തിൽ ആമേൻ പ്രാർത്ഥിച്ചു. ആമേൻ എന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുത്തു. ഞാൻ പോയി പറഞ്ഞു, സാറേ എനിക്ക് പ്രൊമോഷൻ വേണ്ട, ഞാൻ വെക്കേഷൻ പോവുകയാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ചർച്ചിലുള്ളവർക്ക് ദേഷ്യം വരാതിരിക്കുമോ? സ്തോത്രം. അവർ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ലിസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രസാദുകളുടെ ജോലിയിൽ ആമേൻ വ്യത്യാസം തരണമേ, അനുഗ്രഹം തരണമേ, ചർച്ചിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചർച്ചിലുള്ളവർക്ക് ന്യായമായിട്ട് ദേഷ്യം വരും. എന്നാൽ ഒന്നെനിക്കറിയാം, സ്തോത്രം, എന്റെ ആരാധന മുടക്കി, എന്റെ വിശ്വാസ ജീവിതം മുടക്കിയുള്ള അനുഗ്രഹമല്ല എന്റെ ദൈവം എനിക്ക് തരുന്നത്, മറിച്ച് സ്തോത്രം ആമേൻ അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിച്ച് എന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് പറയാൻ തക്കവണ്ണം അവൻ
സ്തോത്രം, ആരാധന മുടങ്ങാതെ സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ സ്തോത്രം ദൈവിക കാര്യങ്ങൾ മുടങ്ങാതെയുള്ള ജോലിയാണ് കർത്താവ് എനിക്ക് തരിക എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം ദൈവമാണ് എനിക്ക് ജോലി തരുന്നത്. ദൈവം എനിക്ക് ജോലി തരുന്നെങ്കിൽ എൻ്റെ ആരാധന മുടക്കി എന്നെ അന്ധകാരത്തിലേക്ക് വിട്ടിട്ട് 2000 ദിർഹംസ് കൂടുതൽ തരത്തില്ല. സ്തോത്രം. ഞാൻ വിശ്വസിച്ചതിന് എനിക്ക് പരിഹാരം ഉണ്ടായി. സ്തോത്രം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ആഴ്ചയിൽ 2 ദിവസം അവധി എനിക്ക്, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും 2 ആരാധനയിലും പങ്കെടുക്കാൻ പറ്റുന്ന ഡ്യൂട്ടി എനിക്ക് കിട്ടി. ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചതുപോലെ, അതാണ് പറയുന്നത്, തന്റെ ഭക്തന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ മാനിക്കാൻ ശക്തനായ ദൈവമാണ്. നമ്മൾ നിഷ്കളങ്കമായി വിശ്വസിച്ചാൽ മതി. എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് അതിനകത്ത് കൈ കൊടുക്കാമായിരുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ആ സാഹചര്യത്തിൽ വളരെ വേദനാജനകമായ സാഹചര്യം. എൻ്റെ ശമ്പളം നിങ്ങളോട് പറഞ്ഞാൽ ഗ്രോസറിയിലെ ഒരു ഫാമിലി ഗ്രോസറിയിൽ ആ മാസത്തിൽ മുടക്കുന്ന ശമ്പളമേ ഉണ്ടായിരുന്നുള്ളൂ. ശമ്പളം പറയാൻ നാണക്കേടായിരുന്നു, ഞാൻ പറയത്തില്ലായിരുന്നു. സ്വന്തം ദശാംശമായിട്ട് കൊടുക്കാൻ എനിക്ക് നാണക്കേടായതുകൊണ്ട് ഞാൻ ദശാംശത്തിൽ കൂടുതൽ ഡബിളായിട്ടായിരുന്നു ചർച്ചയിൽ കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം എന്താ, ദശാംശം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്ര ഉള്ളല്ലോ, ചിന്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. സ്വന്തം. പക്ഷേ നമ്മെ മാനിക്കുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിലെ സ്വന്തം ഹല്ലേലൂയ തീരുമാനങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ദൈവം, അവൻ വളരെ സർവശക്തനായ ദൈവമാണ്. സ്വന്തം നീതിമാനായ ദൈവമാണ്. നമ്മെ ആശ്വസിപ്പിക്കും, നമ്മെ ബലപ്പെടുത്തും, നമുക്ക് വേണ്ടുന്നെല്ലാം തരും. സ്വന്തം. ഭയപ്പെടരുത്. സ്വന്തം. പിശാചിന്റെ വാക്ക് കേട്ട് നാം ഭയപ്പെടരുത്. ദാനിയേലിനെ ദൈവം മാനിച്ചില്ലേ? ദാനിയേലിനെ രാജ്യത്ത് ദൈവം ഉയർത്തി. സകലരിലും മേലെ നാമത്തിൽ ദാനിയേലിനെ ആ രാജ്യത്ത് ദൈവം ഇരുത്തി. സ്വതം. അവനോട് പറ്റിയിരുന്ന കർത്താവ് വിടുവിക്കുവാൻ ഇടയായി തീരും. സ്വതം. ഞാൻ പറഞ്ഞത്, അന്ന് എന്നെ അനുഗ്രഹിച്ചു, അതുമൂലം ഞാൻ ഇന്നും കുഞ്ഞുങ്ങളുമായിട്ട് ഈ ദേശത്തായിരിക്കുന്നു. ഞാൻ പിശാചിന് കൈ കൊടുത്ത് സാത്താന്റെ തന്ത്രമായിരുന്നു. തൽക്കാലം നീ എനിക്ക് പ്രമോഷൻ കിട്ടി പൊക്കോ എന്ന് പറയുന്നത് തന്ത്രമായിരുന്നു. ഞാൻ അവിടെ കൈ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അവിടെ എവിടെയെങ്കിലും ഇതുപോലെ അന്ധകാരത്തിലായി ഇരുന്നേനെ. സ്വതന്ത്രം. നോക്ക്, ചില തീരുമാനങ്ങൾ, അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദം അത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. നേരത്തെ കർത്താവിന്റെ ദാസൻ പറഞ്ഞില്ലേ, ഏലിയാവിന്റെ കാര്യം. നോക്ക്, 18-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നേ. രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നേ. അതിന്റെ 42-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഞാൻ ദൈവദാസൻ പറഞ്ഞുകൊണ്ട് സന്ദർഭവശാൽ അത് പറയുന്നു മാത്രമേ ഉള്ളൂ. സ്തോത്രം. 18-ാം അധ്യായം അതിന്റെ അതിന് മുമ്പത്തെ വാക്യം വായിക്കാം. 41. പിന്നെ ഏലിയാവ് ആഹാബിനോട് മതി. നോക്കേ, ഏലിയാവ് പറയുന്ന ഒരു കാര്യമാണ്, രാജാവിനോട് പറയുകയാണ്. അതിന് മുമ്പിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വതം. ആർക്കെതിരെയാണ് ഏലിയാവ് അവിടെ ശക്തിയോടെ നിൽക്കുന്നത്? ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് നിൽക്കുന്നത് ബാലിന്റെ ദൈവത്തിനെതിരെയാണ് നിൽക്കുന്നത്. ആരാ ബാലിന്റെ ദൈവം? ബാലിന്റെ ദൈവം മഴയുടെ ദേവനാ. സ്വതം. മഴ പെയ്യിക്കുന്ന ദേവനാണ് ബാൽ എന്ന് പറയുന്ന ദേവൻ. സ്വതം. മഴ പെയ്യിക്കുന്ന ദേവനെ ആരാധിക്കുന്ന രാജ്യത്തിലെ രാജാവിനോടാണ് പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ എന്നില്ല, ഈ രാജ്യത്ത് ഇനി മഴയില്ല. സ്വതം. അങ്ങനെ വളരെ ശക്തമായി പറഞ്ഞു നിന്ന ഏലിയാവ് സ്വതം. അതിന്റെ മുകളിലേക്കൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ബലിപീഠത്തിൽ തീ ഇറങ്ങുന്നത് കാണുന്നുണ്ട്. 41-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പിന്നെ ഏലിയാവ് ആഹാബിനോട് ചെന്ന് പറഞ്ഞത്, നീ ഭക്ഷിച്ച് പാനം ചെയ്തു പോവുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. സ്വതം. ആരെങ്കിലും കേട്ടോ മഴയുടെ മുഴക്കം? അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആരും കേട്ടിട്ടില്ല. അവിടെ മഴയുടെ മുഴക്കം ആരും കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, കാർമേഘം പോലും ആകാശത്ത് വന്നില്ല. കാർമേഘം ഉരുണ്ട് വരുമ്പോഴാണല്ലോ മുഴക്കം കേൾക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സ്തോത്രം. നാം സേവിച്ചു നിൽക്കുന്ന ദൈവത്തിൽ നാം വിശ്വസിച്ചാൽ, സ്തോത്രം, നമ്മുടെ കൂടെ നിൽക്കുന്നവർ കേൾക്കാത്ത ശബ്ദം നമുക്ക് കേൾപ്പാൻ ഇടയായി. നമ്മുടെ അടുത്തേക്ക് വരുന്ന സ്വതന്ത്രം അനുഗ്രഹത്തിന്റെ ആ മുഴക്കം, അത് മറ്റുള്ളവർ കൂടെയുള്ളവർ കേട്ടില്ലെങ്കിൽ പോലും, സ്വതന്ത്രം, നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്ന സഹോദരൻ കേട്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന സഹോദരൻ കൂട്ടുവിശ്വാസി, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് കേട്ടില്ലെങ്കിൽ പോലും, സ്വതന്ത്രം, ആ ശബ്ദം കേൾപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകും. നോക്കിയേ, അഹാബിനോട് പറയുകയാണ്, വലിയൊരു മുഴക്കമുണ്ട്. ആ മുഴക്കമുണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് ബാലിക്കാരനോട് പറയുന്നത്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക. കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞിട്ട് ബാലിക്കാരൻ നോക്കിയിട്ട് പറയുന്നത് ഒന്നുമില്ല എന്ന് പറഞ്ഞു. നോക്കിയേ, കണ്ടോ, വലിയൊരു മുഴക്കം ആര് കേട്ടു? ഏലിയാവ് കേട്ടു. ബാല്യക്കാരൻ മുഴക്കവും കേട്ടില്ല, ഒന്നും കണ്ടുമില്ല. എന്തൊരവസ്ഥയാണ് ആലോചിച്ച് നോക്കിയേ. 7-ാം പ്രാവശ്യമോ അവൻ വന്നിട്ട് പറഞ്ഞു, കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ എന്ന് വരും. ഒരു മനുഷ്യന്റെ കൈ പോലെ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? സ്വതന്ത്രം. അത്രയേ ഉള്ളൂ. ബാല്യക്കാരൻ കണ്ടത് അത്രയേ ഉള്ളൂ. എന്നാൽ അതിനും വളരെ മുൻപേ ആ മഴയുടെ
കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് രാജാവിനോട് ദൂത് പറഞ്ഞു, മഴ വരുന്നു, ആമേൻ, ഭക്ഷിച്ച് പാനം ചെയ്തുകൊള്ളുക, നീ ഇവിടെ രക്ഷപ്പെടണം, നിന്നെ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്നെ മഴയിൽ മുക്കിക്കളയുവാൻ ദൈവത്തിന് പദ്ധതിയില്ല, നിന്നെ രക്ഷപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് നീ റെഡിയായിക്കൊള്ളുക. സ്തോത്രം. ഇതാ ഞാൻ പറയുന്നത്. ആമേൻ, സ്തോത്രം. യേശുവിനോട് പറ്റി നിന്നാൽ, ആമേൻ, ദൈവത്തോട് പറ്റി നിന്നാൽ, ആമേൻ, ആരും കേൾക്കാത്ത ശബ്ദം നിങ്ങൾ കേൾക്കുവാൻ ഇടയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടരുത്. സ്തോത്രം. നിങ്ങൾക്ക് നിരാശകരമായ ശബ്ദം നിങ്ങളുടെ കൂടെയുള്ളവരിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾ കേൾക്കും, നിങ്ങളുടെ നാട്ടിലുള്ളവരിൽ നിങ്ങൾ കേൾക്കും, കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് നിങ്ങൾ കേൾക്കാനിടയായിത്തീരും. അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല, അവൻ ആരാധിക്കാൻ പോകുന്നുണ്ട്, രക്ഷയില്ല, അവന്റെ ദൈവം എന്നില്ല, അവൻ സ്തോത്രം ഉത്തരം അരുളുകയില്ല. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്കമായി നിങ്ങൾ നിൽക്ക്. കർത്താവെ, ഞാൻ നിന്നോട് പറ്റിച്ചേർന്ന് നിൽക്കാം. കർത്താവെ, എന്നെ വിടുവിക്കണമേ. എനിക്ക് വേറെ ആരും ആശ്രയമില്ല. അവൻ പറയുന്നതൊന്നും എന്റെ ചെവി ഞാൻ കേൾക്കുന്നില്ല. സ്തോത്രം. അന്ന് ഞാൻ ആ സഹോദരന്മാരോട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചില്ലേ? ചോദിച്ചാൽ ദൈവം പ്രവർത്തിച്ചു. ആ സാക്ഷ്യമാണ് ഞാൻ ഇന്ന് രാത്രികാലം പറയുന്നത്. സ്തോത്രം. ആ സഹോദരന്മാർ പറയും, പ്രസാദ് അനുഗ്രഹിക്കപ്പെട്ടെന്ന്. ആമേൻ, സ്തോത്രം. എനിക്ക് അവരോടൊന്നും ദേഷ്യമില്ല. കാര്യം എന്താണെന്നറിയാമോ? അവർ നല്ല ഭക്തരായ സഹോദരന്മാരാ. പക്ഷേ ആമേൻ, സ്തോത്രം, അവര് കേൾക്കാത്ത ഒരു ശബ്ദം അത് ഞാൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നെ അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദത്തിൽ ഞാൻ വിശ്വസിച്ചു. സ്തോത്രം. ഒരു പക്ഷേ അല്പം താമസിച്ചേക്കാം. 3 വർഷം ഞാൻ കാത്തിരുന്നു ആദ്യം. അവൻ അതിനുശേഷമാണ് ഈ ഒരു പ്രൊമോഷൻ വരുന്നത്. പക്ഷേ അതിന് ഞാൻ കൈ കൊടുത്തില്ല. പക്ഷേ അധികം വൈകിയില്ല. ഞാൻ നാട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞ് വന്ന് 4 മാസം കഴിയുന്നതിന് മുമ്പേ പുതിയ ജോലിയിൽ ഞാൻ പ്രവേശിക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. എനിക്ക് പ്രൊമോഷൻ തരാമെന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ ശമ്പളത്തിലാണ് ഞാൻ ജോലിക്ക് കയറിയത്. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, കൂടെയുള്ളവർ കേൾക്കാത്ത ശബ്ദം നീ കേൾക്കുവാൻ ഇടയായിത്തീരും. കൂടെയുള്ളവർ മോശമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആമേൻ, അവരെക്കാൾ അപ്പുറം ഒരു തീരുമാനം, ആമേൻ, ഞാൻ എൻ്റെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കും. സ്തോത്രം. ആമേൻ, എനിക്കൊരു അനർത്ഥവും ഭവിക്കുകയില്ല. സ്തോത്രം. ആമേൻ, ഞാൻ തകർന്നു പോവുകയില്ല. സ്തോത്രം. അല്പകാലത്തേക്കുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട്. സ്തോത്രം. ശരിയാ, ജോലിയിൽ എനിക്ക് ഭാരമുണ്ട്. ഞാൻ ആയിരിക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത്, ആമേൻ, സ്തോത്രം, അവരിൽ നിന്ന് എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ സ്തോത്രം, ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ദൈവം, ആമേൻ, എനിക്ക് മതിയായവനാ. സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ ആ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ഇന്നത്തെ കണ്ണീര് മാറി എനിക്കൊരു സ്വസ്ഥത വരും, എനിക്കൊരു സന്തോഷം ഉണ്ടാകും എന്ന് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകം, പ്രൈസ് ദി ലോർഡ്, ഒരു വാക്യം വായിക്കാമോ? ഞാൻ നിർത്താൻ പോവാണ്. സ്വന്തം സമയം താമസിച്ചല്ലോ. യെശയ്യാ 40-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം കൂടെ വായിച്ച് നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. മതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഈ വാക്യം മാത്രം ഏറ്റെടുക്കാമോ? സ്തോത്രം. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രികാലം, ആമേൻ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് ചിന്തിക്കുക. സ്തോത്രം. ഈ വാക്യം നിങ്ങൾക്ക് ഒന്ന് ഏറ്റെടുക്കാമോ? എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ന് നിനക്ക് അറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്തെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങൾ അങ്ങനെ പറയരുത്, എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, ഞാൻ യഹോവയ്ക്ക് മറവായിരിക്കുന്നു, കർത്താവേ എന്നെ കാണുന്നില്ലേ? കർത്താവേ, ആമേൻ, സ്തോത്രം, എൻ്റെ ന്യായം ദൈവം കാണുന്നില്ലേ എന്ന് സ്തോത്രം ഇന്ന് രാത്രികാലം നിങ്ങൾ പറയരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം, കർത്താവിനോട് പറയണം, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്നെ അറിയുന്ന ദൈവം ഇന്ന് രാത്രി ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഏത് സാഹചര്യത്തിലായിരുന്നാലും, ആമേൻ, യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പത്മോസിന്റെ ദ്വീപിലായിരുന്നാലും, ആർക്കും ചെന്നെത്താൻ പറ്റാത്ത, ആർക്കും കാണാൻ പറ്റാത്ത ദ്വീപിലായിരുന്നാലും അവിടെ കാണുന്ന ഒരു ദൈവം, ആമേൻ, സ്തോത്രം. അപ്പോസ്തലൻ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന ദൈവദാസന. സ്തോത്രം. ആമേൻ, ദ്വീപിൽ ആരും കാണാത്ത സ്ഥലത്ത് ആമേൻ കർത്താവ് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളെ ആരും കാണുന്നില്ല. സ്തോത്രം. ആമേൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ആരും അറിയുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ മാനസിക ഭാരം ആരും അറിയുന്നില്ല എന്ന് ചിന്തിക്കരുത്. കൂട്ടത്തിലുള്ളവർക്ക് ഒരു പക്ഷേ അതിന് സമയമില്ലായിരിക്കാം. ആമേൻ, സ്തോത്രം. വളരെ ഏറെ ബിസിയിലാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, സ്തോത്രം, ആമേൻ, ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. അവന്റെ ബുദ്ധി അപ്രേമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ഇന്ന് രാത്രികാലം ആരെങ്കിലും ക്ഷീണത്തോടെ ഈ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് പറയുകയാണ്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന്
എന്റെ ദൈവം ശക്തി നൽകുന്നു. ആമേൻ. ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കുന്നു. ഇത് രാത്രികാലം ബലമില്ലാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഈ വചനത്തിൽ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് കഴിഞ്ഞിട്ട് പറയാണ്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എത്രയൊക്കെ ബലമുണ്ടെങ്കിലും എത്രയൊക്കെ ശക്തി ഉണ്ടെങ്കിലും ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർക്കാണ് ശക്തിയെ പുതുക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം ശക്തി നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ബലമുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നങ്ങളിൽ നാം തളർന്നു പോകാനിടയാക്കി. ചെറിയൊരു പനി വന്നാൽ നാം കിടപ്പിലിറങ്ങി എഴുന്നേക്കാൻ പോലും സാധ്യമല്ല. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. രാത്രികാലം ആമേൻ സ്തോത്രം. ഇന്നത്തെ രാത്രികാലത്തെ ദൂത് ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സങ്കീർത്തനത്തിൽ നിന്ന് വാക്യങ്ങളൊന്നും ഞാൻ വായിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് രാത്രികാലം നിങ്ങൾ ക്ഷീണത്തോടെ ആയി